നമസ്കാരം. നവകേരള സദസ് അക്രമക്കേസ് അട്ടിമറിക്കാൻ ADGP പദവി ദുരുപയോഗം ചെയ്തെന്ന കണ്ടെത്തലിന് പിന്നാലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ MR അജിത് കുമാറിനെതിരെയുണ്ടായത് സർക്കാരിന്റെ കടുപ്പിച്ച നടപടി. വെറുമൊരു അച്ചടക്ക നടപടിയിൽ ഒതുങ്ങാതെ ക്രിമിനൽ കേസ് വരെ വരാവുന്ന തരത്തിൽ അജിത് കുമാറിന്റെ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങിയതിന് പിന്നിൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയുടെ ശക്തമായ നിലപാടുകളാണ്. ആഭ്യന്തര സെക്രട്ടറിയുടെ തലത്തിൽ ഒപ്പിട്ടിറക്കാമായിരുന്ന സസ്പെൻഷൻ ഉത്തരവ് എല്ലാ നിയമവശങ്ങളും ഘടനയും കൃത്യമായി ഉൾപ്പെടുത്തി ചീഫ് സെക്രട്ടറി നേരിട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അജിത് കുമാറിനെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമക്കുരുക്കൾ മുറുകുമെന്ന സൂചനയാണ് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയ ഈ ഉത്തരവ് നൽകുന്നത്. ചീഫ് സെക്രട്ടറി ആകുന്നതിന് തൊട്ടുമുമ്പ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ബിശ്വനാഥ് സിൻഹ. എല്ലാ പോലീസുകാരും ഒരുപോലെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്ന കരുത്തനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. കേവലം ഭരണപരമായ മേൽനോട്ടം മാത്രമല്ല, പോലീസിന്റെ വീഴ്ചകളിൽ കൃത്യമായ ഉപദേശങ്ങളും തിരുത്തലുകളും നൽകാൻ അദ്ദേഹം മടിച്ചിരുന്നില്ല. സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ബിശ്വനാഥ് സിൻഹയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ട് പ്രവർത്തിച്ചപ്പോൾ അന്നത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ മാത്രം ഇതിനെല്ലാം തള്ളിപ്പറയുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഞാൻ CM-നോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് ആഭ്യന്തര സെക്രട്ടറിയുടെ നിർദ്ദേശങ്ങളെയും ചോദ്യങ്ങളെയും സ്ഥിരമായി ഒഴിവാക്കുന്നതായിരുന്നു അജിത് കുമാറിന്റെ ശൈലി. പഴയ ഭരണതലത്തിൽ അജിത് കുമാറിനുണ്ടായിരുന്ന സ്വാധീനം പിന്നീട് മാറിയ രാഷ്ട്രീയ സാഹചര്യം വന്നതോടെ പൂർണ്ണമായി ഇല്ലാതെയായി. ഭരണപരമായ തലപ്പത്ത് വലിയ മാറ്റങ്ങൾ വന്നതോടെ ആഭ്യന്തര സെക്രട്ടറിയായിരുന്ന ബിശ്വനാഥ് സിൻഹ ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് എത്തുകയും ചെയ്തു. അജിത് കുമാർ കാണിച്ച അമിതാധികാര പ്രയോഗങ്ങൾക്കും തന്നിഷ്ടങ്ങൾക്കും പൂട്ടാൻ ബിശ്വനാഥ് സിൻഹ ചീഫ് സെക്രട്ടറി കസേരയിലെത്തിയതോടെ അവസരമൊരുങ്ങി. സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖർ പൊതുവെ സേനയിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും ചേർത്ത് പിടിക്കുന്ന നിലപാടുള്ള വ്യക്തിയാണ്. അജിത് കുമാറിന്റെ കാര്യത്തിലും പോലീസിനുള്ളിൽ നിന്ന് കടുത്ത നടപടികളിലേക്ക് കടക്കാതെ അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നെങ്കിലും ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയുടെ നിലപാടാണ് അന്തിമമായി നിർണായകമായത്. അജിത് കുമാറിനെതിരെയുള്ള നടപടി വരും തലമുറയ്ക്കുള്ള മുന്നറിയിപ്പായി മാറണമെന്നും ഉത്തരവിലെ ഓരോ പോയിന്റും ഭാവിയിലെ നിയമ പോരാട്ടങ്ങളിൽ സർക്കാരിന് മേൽക്കൈ നൽകുന്നതാണെന്നും ബിശ്വനാഥ് സിൻഹ നിർബന്ധം പിടിച്ചു. സാധാരണഗതിയിൽ ഒരു IPS ഉദ്യോഗസ്ഥന്റെ സസ്പെൻഷൻ ഉത്തരവുകളിൽ ആഭ്യന്തര സെക്രട്ടറി ഒപ്പിട്ടാൽ മതിയാകുന്നതാണ്. എന്നാൽ അജിത് കുമാറിന്റെ കാര്യത്തിൽ സാധാരണ കീഴ്വഴക്കങ്ങൾ മാറ്റി നിർത്തി പൊതുഭരണ വകുപ്പ് വഴി ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ നേരിട്ട് ഒപ്പിട്ടാണ് സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയത്. കേസിൽ തെളിവുകളില്ലാതാക്കാൻ അജിത് കുമാർ നടത്തിയ നീക്കങ്ങളും കീഴുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി കേസ് ഡയറി മാറ്റി എഴുതിച്ചതും റഫർ റിപ്പോർട്ട് നൽകാൻ വഴിവിട്ട സമ്മർദ്ദം ചെലുത്തിയതും ഉത്തരവിൽ അതീവ ഗൗരവത്തോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ CRPC സെക്ഷൻ 36 പ്രകാരം അന്വേഷണത്തിൽ ഇടപെടാൻ അധികാരമുണ്ടെന്ന അജിത് കുമാറിന്റെ വാദത്തെ ഉത്തരവിൽ പൂർണ്ണമായും പൊളിച്ചെടുക്കുന്നുണ്ട്. ഈ അധികാരം നീതി നടപ്പാക്കാനാണ് ഉപയോഗിക്കേണ്ടതെന്നും പ്രതികളെ രക്ഷിക്കാനും ഇരകൾക്ക് നീതി നിഷേധിക്കാനല്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അജിത് കുമാർ ഉന്നയിച്ച തടസ്സവാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ് കടുകട്ടി ഭാഷയിലാണ് സർക്കാരിന്റെ ഉത്തരവ് തയ്യാറായിരിക്കുന്നത്. ബെവ്കോ CMD പദവിയിലിരിക്കെയാണ് MR അജിത് കുമാർ ഇപ്പോൾ സസ്പെൻഷനിലാകുന്നത്. നവകേരള സദസ് കേസിലെ അട്ടിമറിക്ക് പുറമെ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ മുൻ DYSP അബ്ദുൾ റഹീം നൽകിയ മൊഴിയും അജിത് കുമാറിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. സഹപ്രവർത്തകനായ ADGP P വിജയനെ കള്ളക്കേസിൽ കൊടുക്കാൻ വ്യാജരേഖ ചമയ്ക്കുകയും കീഴുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന വെളിപ്പെടുത്തൽ ക്രിമിനൽ ഗൂഢാലോചന കേസുകളിലേക്ക് വഴി തുറക്കും. IPS തലപ്പത്ത് തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് എന്ത് അട്ടിമറി നടത്താമെന്ന ചില ഉദ്യോഗസ്ഥരുടെ ചിന്തകൾക്ക് ബിശ്വനാഥ് സിൻഹ എന്ന ചീഫ് സെക്രട്ടറിയുടെ ഇടപെടൽ വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഭരണ സംവിധാനത്തിന്റെ സുതാര്യത ഉറപ്പാക്കാൻ ചീഫ് സെക്രട്ടറി എടുത്ത ഈ കടുത്ത നിലപാട് ആഭ്യന്തര വകുപ്പിലും പോലീസ് ആസ്ഥാനത്തും വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. അജിത് കുമാറിനെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാനും സമഗ്രമായ പുനരന്വേഷണങ്ങൾക്ക് ഉത്തരവിടാനും സാധ്യതയേറെയാണ്.